നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കാശുണ്ട്, കറൻസി ഇല്ല. ശമ്പള വിതരണ പ്രതിസന്ധിയിൽ ബാങ്കുകൾ. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനത്തിൽ സംസ്ഥാനത്തെ ബാങ്കുകളും ട്രഷറികളും പണം പിൻവലിക്കാൻ എത്തിയവരുടെ തിരക്കിൽ. പ്രതിസന്ധി പരിഹരിക്കാൻ റിസർവ് ബാങ്ക് ഇന്ന് നൽകുന്നത് 500 കോടി മാത്രം. ശമ്പളക്കാർ ഇന്ന് നേരിടുന്നത് അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലും ബാങ്കിൽ കറൻസി ഇല്ലാത്ത സാഹചര്യം. സർക്കാർ ജീവനക്കാർക്ക് മാത്രം ശമ്പളത്തിന് വേണ്ടത് 2400 കോടി രൂപ. സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങൾക്കുമായി ആദ്യവാരം നൽകേണ്ടത് 18,000 കോടിയായിരിക്കെ ബാങ്കുകളിൽ നീക്കിയിരിപ്പ് പരിമിതം. പ്രതിസന്ധി നേരിടാൻ റിസർവ് ബാങ്ക് അധികമായി ആകെ നൽകുന്നത് 2000 കോടിയുടെ കറൻസി. പിൻവലിക്കാവുന്ന പരമാവധി തുകയായ 24,000 രൂപ വീതം എല്ലാവരും ആവശ്യപ്പെട്ടാൽ ബാങ്ക് ശാഖകൾ പൂട്ടിയിടേണ്ടി വരുമെന്ന് ആശങ്ക. ഇടപാടുകാരുടെ പ്രതിഷേധ സാധ്യത പരിഗണിച്ച് ഇന്ന് ബാങ്കുകൾക്ക് പോലീസ് സുരക്ഷ. പെട്ടുപോയ നോട്ട്. കറൻസി പ്രതിസന്ധിക്ക് ശേഷമുള്ള ആദ്യ ശമ്പള ദിനത്തിൽ കൂട്ടക്കുഴപ്പം ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ സർക്കാരും ബാങ്കുകളും. സംസ്ഥാനത്തെ മുഴുവൻ ട്രഷറികളും ഇന്ന് വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. ബാങ്കുകളും ഇന്ന് പ്രവൃത്തി സമയം കൂട്ടണമെന്ന് ധനമന്ത്രിയുടെ അഭ്യർത്ഥന. ഇടപാടുകാരുടെ തിരക്ക് വിലയിരുത്തി അക്കൗണ്ടിൽ നിന്ന് പരമാവധി പിൻവലിക്കാവുന്ന തുകയ്ക്ക് ഓരോ ബാങ്കും പരിധി നിശ്ചയിക്കണമെന്ന് റിസർവ് ബാങ്ക്. ആശങ്ക വേണ്ടെന്നും ഇന്ന് തന്നെ പരമാവധി തുക പിൻവലിച്ച് പ്രതിസന്ധിക്ക് വഴിവെക്കരുതെന്നും ധനമന്ത്രി തോമസ് ഐസക്. അതേസമയം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടുന്ന നികുതി, പിഴ, ഫീസ് എന്നിവയ്ക്ക് പഴയ 500 രൂപ നോട്ട് ഈ മാസം 15 വരെ ഉപയോഗിക്കാം. വൈദ്യുതി ബില്ലിനും വെള്ളക്കരത്തിനും പഴയ 500ന്റെ കറൻസി സ്വീകരിക്കും. എന്നാൽ KSRTC പഴയ നോട്ട് എടുക്കില്ല. ശ്വാസം വീണ സഹകരണം. ശമ്പള ദിനത്തിലെ തിരക്കിനൊപ്പം ജില്ലാ സഹകരണ ബാങ്കുകളും പൂരത്തിരക്കിൽ. പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ട് ഉടമകൾക്ക് ജില്ലാ ബാങ്ക് വഴി പണം പിൻവലിക്കാവുന്നത് ഇന്നു മുതൽ. ഇതിനായി ജില്ലാ ബാങ്കിൽ മിറർ അക്കൗണ്ട് സംവിധാനം. ഇടപാടുകാർക്ക് ജില്ലാ ബാങ്ക് വഴി എടുക്കാവുന്നത് ആഴ്ചയിൽ 24,000 രൂപ മാത്രം. പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമായുള്ള 1,642 കോടി രൂപ ജില്ലാ ബാങ്കുകൾ വഴി മാറ്റിയെടുക്കുമെന്ന് സർക്കാർ. അതിനിടെ ജൻധൻ അക്കൗണ്ടുകൾക്ക് ഏർപ്പെടുത്തിയ പരിധിയിൽ ഇളവില്ല. പ്രതിമാസം പിൻവലിക്കാവുന്നത് 10,000 രൂപ മാത്രം. വീണ്ടും തിളയ്ക്കുന്ന എണ്ണ. ഉൽപാദനം വെട്ടിക്കുറയ്ക്കാനുള്ള OPEC രാജ്യങ്ങളുടെ തീരുമാനത്തിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണയ്ക്ക് വിലക്കുതിപ്പ്. ഒറ്റ ദിവസം കൊണ്ട് ബാരലിന് $50 കടന്ന് എണ്ണവില 5 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഇന്നലെ മാത്രം കൂടിയത് $4 അധികം. എണ്ണവില ഇടിവ് തടയാൻ പ്രതിദിന ഉൽപാദനത്തിൽ 12 ലക്ഷം ബാരലിന്റെ കുറവ് വരുത്താനുള്ള OPEC തീരുമാനം ഇന്നലെ വിയന്നയിൽ ചേർന്ന യോഗത്തിൽ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഇറാന് മാത്രം നിലവിലെ ഉൽപാദനം അതേ തോതിൽ തുടരാൻ അനുമതി. സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 2,730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ് ബിഹാഫ് ഓഫ് തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.